ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള ക്യാപ്സിക്കം. ഇത് ഒരു വലിയ ക്യാപ്സിക്കം ഉണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ചെറിയ ക്യാരറ്റ്, ഇത് കുറച്ച് ക്യാബേജ്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് 2 ചെറിയ സവാള. ഈ ചിക്കനെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിലുള്ള മസാല പുരട്ടി വെക്കാണ്. ഇത് ഞാൻ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്, അതും കൂടെ. അതിനു വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഈ നൂഡിൽസ് വേവിക്കാൻ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. കാരണം നൂഡിൽസ് ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെജിറ്റബിൾ നൂഡിൽസാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഒരു പാക്കറ്റ് 400 ഗ്രാം ഉണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാൻ വെക്കാമേ. നൂഡിൽസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇനി ഇത് സ്ട്രെയിനറിലേക്കൊന്ന് മാറ്റാമേ. ഈ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി. ഞാൻ ഇതിൻ്റെ പുറത്തുകൂടെ ഈ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അതിനുവേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് ഫ്രൈ ആകാറായിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ പറ്റിക്കുന്ന ചിക്കൻ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അതിനുവേണ്ടി ഞാൻ 3 പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതിനകത്ത് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മുട്ട പൊട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആദ്യം ഞാൻ ഉപ്പ്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാപ്സിക്കം ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ക്യാരറ്റ് അതും കൂടി ഇടുവാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെജിറ്റബിൾ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി കൊടുക്കുവാണ്. വെജിറ്റബിൾ എല്ലാം വാടി വന്നിട്ടുണ്ട് നന്നായിട്ട്.
ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മിക്സ് ചെയ്യാൻ നന്നായിട്ട്. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. അടുത്ത് ഇനി ഈ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതും കൂടി ഇടുവാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതും കൂടി ഇട്ട് കൊടുക്കാതെ ഈ നൂഡിൽസ് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. മിക്സ് ചെയ്യാതെ ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്യുവാണ്. ഇവിടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനലിലൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.